എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയുടെ രണ്ട് റെസിപ്പികളുമായിട്ടാണ്. നമ്മളിത് ഉണ്ടാക്കുന്നത് പിങ്ക് കളറിലുള്ള ബീട്രൂട്ട് പൂരിയും നല്ലൊരു മുട്ടക്കറിയുമാണ്. നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന ഒരു പൂരിയാണ്, അധികം എണ്ണയൊന്നും കുടിക്കാത്ത പൂരിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, അതിൻ്റെ നീരൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ നീര് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ബാക്കി വന്നതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ നീരും മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 2 ടീസ്പൂൺ റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റവയും ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഒരുപാട് ജ്യൂസ് ആദ്യമേ ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പൂരിക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വെള്ളം എടുക്കത്തില്ല, കുറച്ചുകൂടെ കുറച്ചിട്ടാണ് എടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരുപാട് നേരം പൂരിക്കുള്ള മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂരി നന്നായിട്ട് റെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നമ്മളെപ്പോഴും പൂരി പരത്തുമ്പോൾ അതിലേക്ക് പൊടി ഇട്ടിട്ട് പരത്തരുത്, അത് ഫ്ലഫി ആയിട്ട് കിട്ടുകയില്ല. തന്നെയല്ല, പൊടി നമ്മുടെ എണ്ണയിൽ കിടന്നിട്ട് കരിഞ്ഞിട്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ എണ്ണ വെച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഒരുപാട് കട്ടി കുറച്ചിട്ടില്ല, കുറച്ചൊരു കട്ടിയിൽ വേണം പൂരി പരത്താനായിട്ട്. നമ്മൾ പൂരി പരത്തിയിട്ട് ഉടനെ തന്നെ ചുടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം പൂരി ഇട്ട് കൊടുക്കുക, അപ്പോഴാണ് അത് കറക്റ്റായിട്ട് പൊങ്ങി കിട്ടുന്നത്. ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, 2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ പൂരികളും ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ പെർഫെക്റ്റായിട്ട് പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബീട്രൂട്ട് ജ്യൂസിന് പകരം സാധാരണ വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള പൂരി കിട്ടും. പൂരിയുടെ കൂടെ നമ്മളിന്ന് സെർവ് ചെയ്തിരിക്കുന്ന ഒരു മുട്ട കിഴങ്ങ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുത്തു. 2 സവാള നീളത്തിലായിരുന്നതും പച്ചമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമ്മളൊരു 2 അല്ലി വെളുത്തുള്ളിയും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഓപ്ഷണലാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒരുപാടങ്ങ് വഴണ്ട് ബ്രൗൺ നിറമൊന്നും ആകണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചയ്ക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് അത് മൂക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്, മീഡിയം സൈസുള്ളത്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു സെമി ഗ്രേവി ആക്കി എടുക്കുക. വെള്ളം മാത്രം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ കറി തയ്യാറാക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ടും ചെയ്യാവുന്നതാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ പെരിഞ്ജീരകവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് അരച്ചും നിങ്ങൾക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പൂരിയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തിന് ചിക്കൻ ബോക്സ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുള്ളത്. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചു. ഇപ്പോൾ മുത്തിന് നന്നായിട്ട് കുറവുണ്ട്, കുരുക്കളൊക്കെ ചുട്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചയും കൂടെ അവൾ വീട്ടിൽ ഇരിക്കുമായിരിക്കും.
അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വ്ളോഗിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്